2026 ഫെബ്രുവരി 27-ാം തീയതി മാതൃഭൂമി പത്രത്തിൻ്റെ 4-ാമത്തെ പേജിൽ വന്ന ഒരു സാധാരണ തലക്കെട്ടിനെക്കുറിച്ചാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോടെ ചില നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്. പ്രഥമ ദൃഷ്ട്യ ഒരു ചെറിയ വാർത്തയാണിത്. ഇതാണ് വാർത്ത. ഞാൻ ആ വാർത്തയുടെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. മലങ്കര സഭാ തർക്കത്തിൽ കേന്ദ്രം ഇടപെടുന്നു. പാത്രിയാർക്കീസ് ബാവയുമായി ഇന്ന് പ്രധാനമന്ത്രിയുടെ ചർച്ച. മലങ്കര സഭാ തർക്കത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാരിന് നിർണായകമായ നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ മാർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ വെള്ളിയാഴ്ച കൂടിക്കാഴ്ചയ്ക്കെത്തും. ഈ വാർത്തയിൽ പറയുന്ന മറ്റു ചില പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ പാത്രിയാർക്കീസ് ബാവ മാർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പ്രധാനമന്ത്രിയെ കാണാൻ എത്തുന്നത് ഓസ്ട്രേലിയൻ സന്ദർശനം വെട്ടിച്ചുരുക്കിയാണ്. അദ്ദേഹം ഓസ്ട്രേലിയയിലായിരുന്നു. അടിയന്തരമായി പ്രധാനമന്ത്രിയെ കാണാനായിട്ടാണ് അദ്ദേഹം വന്നത്. വാർത്ത പറയുന്നത് പ്രധാനമന്ത്രിയുടെ താൽപ്പര്യപ്രകാരമാണ് യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ്. അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ഓസ്ട്രേലിയൻ സന്ദർശനം വെട്ടിച്ചുരുക്കി യാക്കോബ സഭയുടെ പരമാധ്യക്ഷനായ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ എന്തിന് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി? രണ്ടാമത് ഈ വാർത്തയ്ക്ക് മറ്റൊരു പ്രാധാന്യം കൂടുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ ആരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും തമ്മിൽ ദീർഘകാലമായി ഒരു നിയമയുദ്ധത്തിലായിരുന്നു. അവസാനം സുപ്രീം കോടതി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്തരം ഒരു വിധി പ്രഖ്യാപനം ഉണ്ടായ വലിയൊരു അപകടം, പള്ളിയിലെ ഭൂരിപക്ഷം വിശ്വാസികൾ യാക്കോബായ സഭയിലെ അംഗങ്ങളായിരിക്കും. പക്ഷേ പള്ളിയുടെ ഭരണവും ആ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പുരോഹിതനും ഓർത്തഡോക്സ് സഭയുടേതുമായിരിക്കും. അപ്പോൾ അത് വലിയ തർക്കങ്ങൾക്കും സമരങ്ങൾക്കും ലാത്തിച്ചാർജുകൾക്കും ഒക്കെ ഇടവരുത്തിയൊരു കാര്യമാണ്. ദീർഘകാലമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളെ പിടിച്ചു കുടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സഭയിലെ ഈ തർക്കം. ഈ തർക്കം പരിഹരിക്കാൻ ആരാണ് മുൻകൈ എടുത്തത് എന്ന് നോക്കുമ്പോഴാണ് ഈ വാർത്തയുടെ പ്രാധാന്യം പിന്നീടും വർദ്ധിക്കുന്നത്. 2020 നേതാവും കിറ്റെക്സിൻ്റെ ഉടമയുമായ സാവുവാണ് ഇതിന് മുൻകൈ എടുത്തത്. പ്രധാനമന്ത്രിയെ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ അതിന് വേദി ഒരുക്കിയത് 2020 നേതാവായ സാബു ആണ് എന്ന് പറയുമ്പോൾ സമകാലിക രാഷ്ട്രീയത്തിലെ ചില പ്രാധാന്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2020 ഇപ്പോഴ് ഇന്ത്യയിലെ ഘടകകക്ഷിയാണ്. അതാണ് നമ്പർ 1. യാക്കോബായ സഭ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിന്ന സഭയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ 2020 നേതാവായ ശ്രീ സാബു യാക്കോബായ സഭയുടെ ഉറച്ച വിശ്വാസിയും അവരുടെ നേതൃനിരയിൽ വരുന്ന ഒരാളുമാണ്. യാക്കോബായ സഭ മതമേലധ്യക്ഷന്മാരുമായിട്ട് ശ്രീ സാബുവിന് വളരെ ഉറച്ച ബന്ധമാണുള്ളത്. അപ്പോൾ ചിത്രം ഒരു കാര്യം വ്യക്തമാണ്. ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല പ്രധാനമന്ത്രിയെ പാത്രിയാർക്കീസ് ബാവ മാർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയന് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയെ കാണാൻ പോയത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ രാഷ്ട്രീയ ചരടുവലിയുണ്ട് എന്നുള്ള കാര്യം സുവ്യക്തമായ ഒരു കാര്യമാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യാക്കോബായ സഭയും അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയും തമ്മിൽ നടന്ന ഈ കേസുകളിൽ, ദീർഘകാലം നീണ്ടുനിന്ന കേസുകളിൽ ഭാരതീയ ജനതാ പാർട്ടി എന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് ഒപ്പമാണ് നിന്നത്. അതുകൊണ്ട് തന്നെ യാക്കോബായ സഭയുടെ മേലധ്യക്ഷന്മാർക്കും പുരോഹിതന്മാർക്കും BJPയുടെ കടുത്ത അഭിപ്രായ ഭിന്നതയും ഉണ്ടായിരുന്നു. ഇതാണ് ഒരു കാര്യം. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും തമ്മിലുള്ള തർക്കം വളരെ ഹ്രസ്വമായിട്ട് ഒന്ന് പറയേണ്ടത് അനിവാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. അത് ഈ രണ്ട് സഭകൾ തമ്മിലുള്ള തർക്കം യഥാർത്ഥത്തിൽ ഭരണപരവും അതല്ലെങ്കിൽ സാമ്പത്തികവും മാത്രമല്ല. തീർച്ചയായിട്ടും അത് രണ്ട് പ്രധാനപ്പെട്ട ഘടകമാണ്. സഭയുടെ ഭരണം ആർക്കായിരിക്കണം, സഭയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും നിലപാടുകളിലെ ചില വൈരുദ്ധ്യങ്ങൾ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിലൊന്നായിരുന്നു ഈ സഭാ തർക്കത്തിൽ.
ഇവിടെ നിലപാടെന്താ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് അതല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ, അവർക്ക് ഒരു പ്രധാനപ്പെട്ട നിലപാടുണ്ട്. അതായത് ഓരോ ദേശീയ സഭയും സ്വയം ഭരണ സഭകളാണ്. ഓരോ രാജ്യത്തെയും ക്രൈസ്തവ സഭകൾ, ഓർത്തഡോക്സ് സഭകൾ ആ രാജ്യത്തെ സ്വയംഭരണ സ്ഥാപനങ്ങളായിരിക്കണം, സ്വയംഭരണ സഭകളായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെയാണ് അടിസ്ഥാനപരമായ വ്യത്യാസം വരുന്നത്. കത്തോലിക്കോസ് ദേശസഭയുടെ പരമാധികാരിയായിരിക്കും. ആരാണോ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ പരമാധികാരി, അദ്ദേഹം ദേശസഭയുടെയും പരമാധികാരിയായിരിക്കും. പിന്നീട് വരുന്നത് യാക്കോബായ സഭയുമായി വരുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിലൊന്ന്, അന്ത്യോക്യ പാത്രിയാർക്കീസുമായുള്ള ബന്ധം തികച്ചും ആത്മീയ സഹോദരനുമായിട്ടുള്ള ബന്ധമാണ്. ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. അപ്പോൾ ആത്മീയ സഹോദരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം ഏറ്റെടുക്കാനോ നേതൃത്വം ഏറ്റെടുക്കാനോ ഒന്നും ഓർത്തഡോക്സ് സഭ തയ്യാറല്ല. അപ്പോൾ അന്ത്യോക്യയിൽ ആസ്ഥാനമുള്ള ഓർത്തഡോക്സ് സഭയ്ക്ക് എല്ലാ രാജ്യങ്ങളിലും ചെറിയ ചെറിയ സഭകളുണ്ട്. ആ സഭകളൊക്കെ ദേശസഭകളായിരിക്കണമെന്നും ആ രാജ്യത്തെ ദേശസഭയുടെ തലവനായിരിക്കണം, ആ രാജ്യത്തെ പരമാധികാരിയാണെന്നും ആയിരിക്കണം എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. ഇവിടെ നമ്മൾ ഇനിയും പരിശോധിക്കേണ്ടത് യാക്കോബായ സഭ എന്ന് പറയുന്നു എന്നുള്ളതാണ്. അന്ത്യോക്യ പാത്രിയാർക്കീസ് സുറിയാനി സഭയുടെ പരമാധികാരിയായിരിക്കണം. ഇത് യാക്കോബായ സഭ സംശയലേശമന്യേ വ്യക്തമാക്കുന്നത് ഒരു കാര്യമാണ്. അപ്പോൾ അന്ത്യോക്യ പാത്രിയാർക്കീസ് ആയിരിക്കും ഈ സഭയുടെ പരമാധികാരി. കേരളത്തിലെ ഉള്ള സഭയുടെ ചുമതലക്കാരല്ലെങ്കിൽ അധ്യക്ഷന്മാർ അന്ത്യോക്യയുടെ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കണം. അതാണ് അവരുടെ പ്രധാനപ്പെട്ട നിലപാടുകളിൽ ഒന്ന്. അപ്പോൾ മലങ്കര സഭ, കേരളത്തിലെ സഭ, അതുകൊണ്ട് തന്നെ ആഗോള സഭയുടെ ഭാഗം മാത്രമാണ്. കേരള സഭയ്ക്ക് മാത്രമായി ഒരു സ്വന്തം വ്യക്തിത്വമില്ല, അല്ലെങ്കിൽ സ്വന്തമായി നിലപാടെടുക്കാൻ കഴിയില്ല. അത് ആഗോള അന്ത്യോക്യ പാത്രിയാർക്കീസിൻ്റെ കീഴിലുള്ളൊരു സഭ മാത്രമാണെന്നാണ്. ഇവിടാണ് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, തർക്കം രൂക്ഷമായത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ശവമടക്കാൻ കൊണ്ടുചെന്നപ്പോൾ ശവമടക്കാൻ പോലും അനുവദിക്കാതിരുന്ന സംഭവങ്ങൾ ക്രൈസ്തവ സഭയിലുണ്ട്. അത് ഓർത്തഡോക്സുകാരാണ് യാക്കോബായക്കാരനായ ഒരാളിൻ്റെ ശവശരീരം അദ്ദേഹം ജനിച്ചു വളർന്ന ഇടവകയിൽ ആ പള്ളിയിൽ അദ്ദേഹം പണം കൊടുത്ത് സംഭാവന കൊടുത്ത് വ്യംഗമായി നിൽക്കുന്ന ആ ചർച്ചിൻ്റെ ശവപ്പറമ്പിൽ കുഴിച്ചിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രശ്നമായി. പിന്നെ പോലീസ് ഇടപെട്ടു, ബഹളമായി. എന്തായാലും ശരി, അവസാന നിമിഷമാണ് ശവശരീരം ശവസംസ്കാരം നടത്താൻ അനുവദിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ക്രിസ്തുദേവൻ്റെ ശിഷ്യന്മാരാണ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറയുന്ന ക്രിസ്തുദേവനിൽ വിശ്വസിക്കുന്ന ആളുകളാണ് മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ ശവമടക്കാൻ സമ്മതിക്കാതിരുന്നതിൻ്റെ കാരണം അയാൾ യാക്കോബായ സഭക്കാരനായി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്രമാത്രം രൂക്ഷമായിരുന്നു ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഓർത്തഡോക്സ് സഭയെ സപ്പോർട്ട് ചെയ്തത്, പിന്താങ്ങിയത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടി എക്സ്ട്രാ ടെറിട്ടോറിയൽ ലോയൽറ്റിക്ക് എതിരാണ്. എക്സ്ട്രാ ടെറിട്ടോറിയൽ ലോയൽറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുമായി ആശയപരമായോ വികാരപരമായോ ഉള്ള ബന്ധം സ്വന്തം രാജ്യത്തിന് അതീതമായി വെച്ച് പുലർത്തുന്ന ഒന്നിനെയാണ്. നമ്മുടെ ടെറിട്ടറിക്കകത്ത് നിന്ന് നമ്മുടെ രാജ്യത്തോടോ നമ്മുടെ സംസ്കാരത്തോടോ അല്ല കൂറ്, മറ്റൊരു രാജ്യത്തെ ഏതെങ്കിലും ഒരു മതാധിപനോടോ അല്ലെങ്കിൽ മതമേലധ്യക്ഷനോടോ അവരുയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോടോ ആണ് വികാരപരമായ കൂറെങ്കിൽ, സ്വന്തം രാജ്യത്തേക്കാൾ കൂടുതൽ വിദേശ രാജ്യത്തെ സഭയെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ അതിനോട് യോജിക്കുന്നൊരു സമീപനമല്ല ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഇവിടെ എല്ലാവരും ജനിച്ചു വളർന്നവരല്ല, ഈ സംസ്കാരത്തിൻ്റെ ഈ ദേശീയതയുടെ ഭാഗമാണ് എന്നാണ് RSSും ഭാരതീയ ജനതാ പാർട്ടിയും കരുതുന്നത്. എന്നാൽ അതിനനുഗുണമായൊരു നിലപാടല്ല യാക്കോബായ സഭ സ്വീകരിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ സഭയുടെ പരമാധ്യക്ഷൻ പാത്രിയാർക്കീസ് തിരുമേനിയാണ്. അത് അന്ത്യോക്യയിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനവും. അപ്പോൾ അന്ത്യോക്യയിൽ ആസ്ഥാനമാക്കിയുള്ള പാത്രിയാർക്കീസിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തീരുമാനങ്ങളുമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനെയാണ് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായ വ്യത്യാസം സൂചിപ്പിച്ചത്. അതൊരു സംഘർഷത്തിലേക്കൊന്നും പോയില്ല. എക്സ്ട്രാ ടെറിട്ടോറിയൽ ലോയൽറ്റി ശരിയല്ല എന്നൊരു നിലപാട് മാത്രമേ ഭാരതീയ ജനതാ പാർട്ടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളൂ. എന്തായാലും ശരി, കണ്ണുമടച്ച് BJP സപ്പോർട്ട് ചെയ്ത ഓർത്തഡോക്സ് സഭ എത്രയോ കാലമായി BJPക്ക് എതിരാണ്. ഓർത്തഡോക്സ് സഭയുടെ ചിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ
ഓർത്തഡോക്സ് സഭയിൽ 3 സ്ട്രീമുകളുണ്ട്, അല്ലെങ്കിൽ 3 ഗ്രൂപ്പുകളുണ്ട്, 3 ധാരകളുണ്ട്. അതിലൊന്ന് CPM അനുകൂലമായ ഒരു ധാരയാണ്. CPM അനുകൂലമായ ധാരയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് കത്തോലിക്ക ബാവ ആയ മാത്യൂസ് തൃതീയനാണ്. അദ്ദേഹം സഭയുടെ പരമാധികാരി. ദേവലോക അരമന ഭരിക്കുന്ന അദ്ദേഹം സഭയുടെ പരമാധികാരിയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ഡയോസസിലെ ഒരു ബിഷപ്പുണ്ട്, ഒരു മെത്രാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് യോഹന്നാൻ മിലിത്തിയോസ് എന്നാണ്. മിലിത്തിയോസും CPM അനുകൂലിക്കുന്ന ആളുകളാണ്. ഇവർ രണ്ടുപേരും കണ്ണുമടച്ച് CPM അനുകൂലിക്കുക മാത്രമല്ല CPM നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇവർക്ക് ശക്തമായ ഇതിലുള്ള അച്ഛന്മാരുണ്ട്, വിശ്വാസികളുണ്ട്. അല്ലാതെ ഇവരെ ഏകചക്രാധിപതികളൊന്നുമല്ല. ഇവരൊക്കെ ഇതിൽ കടുത്ത വിയോജിപ്പ് വെച്ച് പുലർത്തുന്ന സഭാവിശ്വാസികളുമുണ്ട്, പുരോഹിതന്മാരുമുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ്, CPM കഴിഞ്ഞ രണ്ടാമത്തെ ഗ്രൂപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും ഓർത്തഡോക്സ് സഭയോട് ചേർന്നാണ് നിന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഉമ്മൻചാണ്ടി അടക്കമുള്ള പ്രമുഖരായ പല നേതാക്കന്മാരും ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികളായിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷന്മാരും ഒക്കെയായിട്ട് ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസ് നേതാവിന് വളരെ വലിയ വ്യക്തിബന്ധമുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ കോൺഗ്രസ് പാർട്ടി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ യാക്കോബായ സഭയ്ക്ക് എതിരാണെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഓർത്തഡോക്സ് സഭയോടായിരുന്നു, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ വിശ്വാസികളായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. കേരള കോൺഗ്രസ്സിലാണെങ്കിൽ റോമൻ കത്തോലിക്കരാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ ജേക്കബ് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിൽ അത് യാക്കോബായ സഭക്കാരാണ്. ഇത്തരം ചില സ്വാധീനങ്ങൾ ചില മതവിഭാഗങ്ങൾക്ക് പ്രത്യേകമായി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇവിടെയാണ് വളരെ എമർജൻസിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയ സന്ദർശിച്ചുകൊണ്ടിരുന്ന പാത്രിയാർക്കീസ് ബാവ മാർ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തത്. ഇത് ഓർത്തഡോക്സ് സഭയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. വളരെ ഭംഗിയായി സാബു കരുക്കൾ നീക്കിയിരിക്കുന്നു. ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങൾക്കായാലും സഭ മതമേലധ്യക്ഷന്മാർക്കായാലും രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തുടർന്ന് ഇനിയും BJPയുമായി ഇത്തരമൊരു സൗഹൃദത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. BJPയെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ BJPയെ സഹായിക്കാൻ തയ്യാറായി വരികയാണെങ്കിൽ BJP അവരുടെ ബന്ധം യാക്കോബായ സഭയുമായി കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്താൻ നിലപാട് എടുത്താൽ, സുപ്രീം കോടതിയിലെ വിധി സഭാ കേസിലെ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാണ് എങ്കിൽ പോലും തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ആ കോടതി വിധിക്കില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ സഭയ്ക്കില്ലെങ്കിൽ അവരതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ എത്ര വില കൊടുത്താലും ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് മാറില്ല, ഞങ്ങൾ ഒരുമാതിരി അന്തംകമ്മികളായിട്ട് തുടരും എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ചില പുരോഹിതന്മാരുടെ നിലപാടുകൾക്കെതിരെ സഭയിൽ നിന്ന് തന്നെ അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നു. അപ്പോൾ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം 3 ധാരകളുണ്ടെങ്കിലും യാക്കോബായ സഭയുടെ നേതൃത്വത്തെ, ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തെക്കാൾ കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്നൊരു നേതൃത്വം യാക്കോബായ സഭയുടെ നേതൃത്വമാണ്, സഭാ നേതൃത്വമാണെന്നാണ് വ്യക്തിപരമായി എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. യാക്കോബായ സഭ സാബു കൂടി വന്ന സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാൻ, പിന്താങ്ങാൻ എറണാകുളം ജില്ലയിലെങ്കിലും തീരുമാനിച്ചാൽ ചില മാറ്റങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2026 തിരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന, അല്ലെങ്കിൽ നടന്ന വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണിത്. ഈ നീക്കത്തിൻ്റെ ഫലമറിയാൻ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ശരി, 2020 നേതാവ് സാബു NDAയിലേക്ക് വന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ സാബുവിൻ്റെ സാന്നിധ്യം ഓർത്തഡോക്സ് സഭയ്ക്ക് വിലപേശാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു MPയും കണ്ടുകൊണ്ടല്ല അവർ ഭരിക്കുന്നത്. 2014 ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് 2019 അതിനുശേഷം 2021 ഒക്കെ ഭരിക്കുമ്പോൾ മതമേലധ്യക്ഷന്മാരൊക്കെ BJPക്ക് എതിര് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ത്യ ഭരിക്കാൻ മതമേലധ്യക്ഷന്മാരുടെ പിന്തുണയ്ക്ക് വലിയ കാര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. പക്ഷേ എല്ലാവരുമായി സൗഹൃദം പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി തികച്ചും സൗമനസ്യത്തോടുള്ള ഒരു സമീപനമായിരിക്കും ക്രൈസ്തവരോട് സ്വീകരിക്കുന്നത്. ക്രൈസ്തവർ നേരിടുന്നത് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യമുള്ള
രാഷ്ട്രീയ അന്ധത ബാധിച്ച മതമേലധ്യക്ഷന്മാർ സഭാവിശ്വാസികൾക്ക് ഒരു ലയബിലിറ്റി, ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഭാവിശ്വാസികൾ രാഷ്ട്രീയമായി തീരുമാനമെടുക്കുന്നത് തിരുമേനിമാരുടെയോ മെത്രാന്മാരുടെയോ കർദിനാളന്മാരുടെയോ താല്പര്യമനുസരിച്ചാകരുത്, മറിച്ച് രാജ്യത്തിൻ്റെ ക്ഷേമം, ഐശ്വര്യം, വികസനം മുൻനിർത്തിയായിരിക്കണം എന്നുള്ള ഒരു വിചാരധാര ക്രൈസ്തവരുടെ ഇടയിൽ, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ യുവ ക്രൈസ്തവരുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ യാക്കോബായ സഭയും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാബു നടത്തുന്ന നീക്കം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.